ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഒരു യമി ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്നത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഇത് 1/2 ലിറ്റർ പാലാണ്. അതിൽ 1 കപ്പ് പഞ്ചസാര, ഒരു 50 ഗ്രാം ബട്ടർ, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് തിളപ്പിക്കണ്ട, നല്ലോണം ചൂടാക്കിയിട്ട് എടുത്തുകൊണ്ട് വരാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര, പാല്, വെണ്ണ, ഇത് മൂന്നും കൂടി ഇതിലിട്ടിട്ട് ഇത് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, തിളക്കണ്ടില്ല. ഇത് ചൂടാവുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു 2 മുട്ട അടിച്ചു വെക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി അടിച്ചു വെക്കാം. പാല് തിളക്കാൻ പാടില്ല. തിളച്ചതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ട അങ്ങനെ തന്നെ സ്ക്രമ്പിളായി പോകും. മുട്ട ഇവിടെ വെക്കാം. ഇതെനിക്ക് ഓഫാക്കാം. അത്ര ചൂടായിക്കോളും, പിന്നെ മെൽറ്റായിക്കോളും. പാലൊന്ന് തണിയണം. ഞാനിപ്പോൾ ഒരു 6 സൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് കൂടുതൽ വേണ്ടിക്കഴിഞ്ഞാൽ കൂടുതൽ എടുക്കുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് പാലും ജാസ്തിയാക്കുക. ഇതിങ്ങനെ ചെറുങ്ങനെ ഈ ബ്രൗണിലൊന്നും പോക്കണമെന്നൊന്നുമില്ല, അതെല്ലാം നല്ല സ്റ്റൈൽ തന്നെയാണ്, കാണാൻ നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ കഷ്ണാക്കുക, അല്ലെങ്കിൽ പിച്ചിയിടുക, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, നമ്മളിഷ്ടം പോലെ ചെയ്യാം. ഷുഗർ അതുപോലെ കൂടുതൽ വേണമെന്നുള്ള ആൾക്ക് കൂടുതൽ എടുക്കാം. ഞാനെടുത്തത് വലിയ ഷുഗർ ഉണ്ടാവില്ല, എന്നാലും തീരെ ഇല്ലാണ്ട്. ഇതിങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ആ പാലിൻ്റെ ഇതിൽ സോക്ക് ചെയ്യണം. മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ടയും പാലും കൂടി ചേർക്കണം. നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ മുട്ട അടിച്ചതും കൂടി വെച്ച് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 5 മിനിറ്റ് ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്യട്ടെ. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആവിക്ക് വെച്ച് വേപ്പിക്കാം. ആവിക്കും വെച്ചിട്ട് വേപ്പിക്കാം, ഓവനിലും വെച്ച് വേപ്പിക്കാം. ഞാനിപ്പോൾ ആവിക്കാണ് വെച്ച് വേപ്പിക്കുന്നത്. സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. ഒരു 40 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് സോക്കാട്ടെ. ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ പാത്രത്തിൽ ബ്രെഡെല്ലാം കൂടി ഈ മോൾഡിൽ ഒഴിച്ച് നന്നായിട്ട് ഇതിനിപ്പം നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കണം. സ്റ്റീം വരുന്നുണ്ട്. നമുക്കിതിൽ വെച്ചിട്ട് 10-40 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. സ്റ്റീം ചെയ്യുന്നത് ഓവനിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടും. നമുക്ക് അങ്ങനെ സ്റ്റീം ചെയ്യാൻ വെക്കാം.
വേറെ ഒരു പ്ലേറ്റ് കൊണ്ട് നന്നായി മൂടി വെക്കണം. ഒരു പ്ലേറ്റ് കൊണ്ട് മൂടിയിട്ടുണ്ട്. ഉള്ളിൽ പോകാതെ വിധത്തിൽ നമ്മൾ അതിന് സ്റ്റീമർ നന്നായിട്ട് മൂടി വെക്കുക. 45 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അത് ആവിക്ക് വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. കാഷ്യൂനട്ടും കിസ്മിസും ഡേറ്റിൻ്റെ കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. 45 മിനിറ്റ്സാണ് എടുത്തത് എനിക്കിത് റെഡിയാകുക. നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവരും ബൈ.